ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ ISL മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2 താരങ്ങൾക്ക് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നിരുന്നു. ആദ്യം മിലോസ് ഡ്രിൻസിച്ചിന് റെഡ് കാർഡ് വഴങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് ഐബൻ ബാർഡോഹ്ലിങ്ങിന് റെഡ് കാർഡ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. നമുക്കറിയാം, പഞ്ചാബിന്റെ താരമായ ലിയോൺ അഗസ്റ്റിനെ ഫൗൾ ചെയ്തതിന്റെ ഫലമായി കൊണ്ടാണ് സ്ട്രൈറ്റ് റെഡ് കാർഡ് ഐബന് ലഭിച്ചിരുന്നത്. പക്ഷെ അത് സ്ട്രൈറ്റ് റെഡ് കാർഡിനുള്ള വകുപ്പില്ല എന്ന ഒരു ആരോപണങ്ങൾ അപ്പോൾ തന്നെ ഉയർന്നിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഫലമായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് ഒരു അപ്പീൽ നൽകിയിരുന്നു. ആ അപ്പീൽ ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ട്. അതായത് ഐബന് അത് റെഡ് കാർഡ് അർഹിച്ചിരുന്നില്ല എന്ന് ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അച്ചടക്ക കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. വീഡിയോ എവിഡൻസ് പരിശോധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം അവർ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റെഡ് കാർഡ് തീരുമാനം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. അത് യെല്ലോ കാർഡാക്കി മാറ്റിയിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു സസ്പെൻഷൻ ഇപ്പോൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട്. കേവലം യെല്ലോ കാർഡ് മാത്രമാണ് ഐബന് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിനർത്ഥം അടുത്ത ഒഡീഷ FC-ക്കെതിരെയുള്ള മത്സരത്തിൽ ഈ ഒരു താരത്തെ ഐബന് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഊർജം നൽകുന്ന ഒരു കാര്യമാണ്. താരത്തെ ലഭ്യമായിരിക്കും എന്നത് ബ്ലാസ്റ്റേഴ്സിന് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു അപ്പീൽ ഫലം കണ്ടത് ആരാധകർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. വരുന്ന തിങ്കളാഴ്ചയാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷയും തമ്മിലുള്ള ആ ഒരു മത്സരം നടക്കുക. ആ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ നമുക്ക് ഐബനെ കാണാൻ കഴിഞ്ഞേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.